അനുദിനം സുഡാനിൽ നിന്നുള്ള ക്രൂരതയുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിരന്തരം സ്ത്രീകളും കുട്ടികളും എല്ലാം കത്തിക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്, വെടിയുണ്ടക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ വീണ്ടും ഒരു കൂട്ടക്കൊലയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഇവിടെ കൂട്ടക്കൊലകൾ വിട്ടൊരു കളിയില്ല സുഡാന്. അതാണ് സുഡാൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോഴിതാ അൽ ഒബൈദ പട്ടണത്തിൽ ശവസംസ്കാര ചടങ്ങിന് പങ്കെടുക്കാമെന്ന സുഡാനീസ് അർദ്ധസൈനിക സേന നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 40 സാധാരണക്കാരാണ് മരണപ്പെട്ടതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വടക്കൻ കോർഡോഫാൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഈ പട്ടണം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന യുദ്ധം രൂക്ഷമായതിനാൽ പ്രവിശ്യയിലെ എല്ലായിടത്തും ഈ സ്ഥിതി സമാനമാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ചത്തെ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി UN ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് പറഞ്ഞു. എന്നാൽ ആക്രമണികൾ ആരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. കോർഡോഫാൻ പ്രവിശ്യയിലുടനീളം മനുഷ്യത്വം മരിക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകിയ ആളുകളെ കാരറ്റ് പോലെ വെട്ടിമുറിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച അൽ ഉബൈദ പട്ടണത്തിൽ ഒരു ശവസംസ്കാര ചടങ്ങിനെ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് RSF സാധാരണക്കാരെ കൊലപ്പെടുത്തിയതായി സുഡാൻ ട്രിബ്യൂണും മറ്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സുഡാനിലെ യുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമായി കോർഡോഫാനും അയൽ പ്രവിശ്യകളും ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഡാർഫനിൽ സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രമായിട്ടുള്ള അൽ ഫാഷർ പ്രദേശം RSF പിടിച്ചെടുത്തിരുന്നു. ഈ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കോർഡോഫാനിലേക്ക് മുന്നേറി 2019 സുഡാനിൽ ആരംഭിച്ച ആക്രമണത്തിൽ കുറഞ്ഞത് 40,000 പേർ കൊല്ലപ്പെടുകയും 12 ദശലക്ഷം ആൾക്കാർ കുടിയിറക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.